നമസ്കാരം. എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി ഇൻഷുറൻസ് എടുക്കാനായി പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഏജന്റിനെ ഒക്കെ ഒരുപാട് സമീപിച്ചു. പക്ഷേ ഒരിടത്തുനിന്നും കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അവർക്ക് തരാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ കമ്പനികളുടെ മഹിമയെക്കുറിച്ച് പറയാനുമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ നമ്മുടെ ട്രെയിനറായ മനോവി സ്റ്റീഫനെ കാണാനിടയായതും അദ്ദേഹം ഇൻഷുറൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ വിശദമായി പറഞ്ഞു തരാൻ ഇടയായി. പോളിസി ഉള്ളവരും ഇല്ലാത്തവരും ഈ വീഡിയോ നിർബന്ധമായും കാണുക. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും. മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ബാക്കിയുള്ളത് അദ്ദേഹത്തോട് നമുക്ക് കൊടുക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ മുമ്പോട്ട് പോകുന്നത്. എൻ്റെ പേര് മനോവി സ്റ്റീഫൻ എന്നാണ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ബാങ്കിലായിരുന്നു. ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ട്രെയിനിങ് പ്രൊഫഷനിലോട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ വർഷങ്ങളായി 2002 മുതൽ ഞാൻ ഇൻഷുറൻസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിൽ കൂടുതലും എനിക്ക് താല്പര്യം ഹെൽത്ത് ഇൻഷുറൻസ് ബാക്കിയുള്ള സമൂഹത്തിനോട് പറയാനും അവരെ ട്രെയിൻ ചെയ്യിക്കാനും അതുപോലുള്ള ഈ ട്രസ്റ്റ് സൊസൈറ്റികൾ, ക്ലബ്ബുകൾ, അസോസിയേഷനുകൾ ഇവരൊക്കെ ഞാൻ അവിടെ പോയി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. കാരണം പലവർക്കും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നുള്ളൊരു അവയർനെസ് ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ സമൂഹത്തിലൊരു പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് സാധാരണ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഏജൻസിനൊരു അസോസിയേഷനുണ്ട്, ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഏജൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡൻറ്റും കൂടെയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് എന്നെപ്പറ്റി ഒന്ന് നിങ്ങളോടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. സാർ, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? എത്ര രൂപയുടെ കവറേജ് ആണ് ഒരു വ്യക്തി എടുക്കേണ്ടത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ ഏതെങ്കിലും കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയ ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത്. കാരണം നമ്മളൊരു നിശ്ചിത പ്രീമിയം നമ്മളൊരു കമ്പനിക്ക് അടയ്ക്കുന്നു. ആ പ്രീമിയത്തിന് നമ്മളൊരു നിശ്ചിത കവറേജ് ചൂസ് ചെയ്യുന്നു. അതായത് ഉദാഹരണത്തിന് എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കവറേജാണ്, ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള പ്രീമിയം അടയ്ക്കാമെന്ന് പറയുന്നു. ആ പ്രീമിയം അടയ്ക്കുന്നു, 10 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നു. നമുക്ക് ഒരു അഡ്മിഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിലുള്ള ട്രീറ്റ്മെൻറ്റുകളെ കമ്പനി കവർ ചെയ്തോളൂ. ഇപ്പം നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ വണ്ടിക്ക് നമ്മളിപ്പോൾ ഇത്ര നിശ്ചിത തുക അടയ്ക്കുന്നു, ഇത്ര രൂപയുടെ കവറേജ് പറയുന്നു, IDV എന്ന് പറയും. അപ്പോൾ ആ IDVക്കുള്ള അല്ലെങ്കിൽ ആ പറയുന്ന കവറേജിനുള്ളിലുള്ള ട്രീറ്റ്മെൻറ്റുകളെ കവർ ചെയ്യുന്നതിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത്. രണ്ടാമത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എത്ര രൂപയുടെ കവറേജ് എടുക്കണമെന്ന്. അത് ഞാൻ പറയാൻ ആളല്ല. കാരണം വെച്ചാൽ പലവരുടെ ഇഷ്ടമാണ് ഞാൻ എത്ര രൂപയുടെ കവറേജ് എടുക്കണം. സ്വയമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ എത്ര രൂപയുടെ കവറേജ് ചെയ്യാൻ എടുക്കുക. പക്ഷേ എന്നോടൊരാൾ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ് ഞാൻ എത്ര രൂപയുടെ കവറേജ് എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒരു അസുഖം വന്നാൽ എനിക്കൊരു 10, 20, 25 ലക്ഷം രൂപ വരെ എനിക്ക് ഒപ്പിക്കാൻ പറ്റും എവിടെന്നെങ്കിലും. അതായത് ലോൺ എടുക്കാതെയോ പണയം വെക്കാതെയോ കടം മേടിക്കാതെയോ എവിടെന്നെങ്കിലുമൊക്കെ എനിക്കിന്ന് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ 25 ലക്ഷം രൂപ എനിക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനാണ് 25 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുന്നത്? മനസ്സിലാക്കണം. എനിക്ക് 25 ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് 25 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുന്നത്? എനിക്ക് ഒപ്പിക്കാൻ പറ്റാത്ത എമൗണ്ടിന് വേണം നമ്മൾ കവേർഡ് ആവാൻ. അതായത് ഒരു 26 ലക്ഷം രൂപയായി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് 26 കഴിഞ്ഞാൽ ഞാൻ 1 ലക്ഷം രൂപ കടം മേടിക്കേണ്ടി വരും, അഡീഷണൽ 1 ലക്ഷം രൂപ. അത് 30 ആയാലും 40 ആയാലും 50 ആയാലും ഞാൻ പിന്നെ കടക്കാരനാവും, കടക്കെണിയിലാവും. ഞാൻ ഓരോ പ്രോപ്പർട്ടികൾ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ അസറ്റ്സ് വിൽക്കേണ്ടി വരും, ഗോൾഡ് വിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ എനിക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കളയാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന, അതായത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ്സിനേക്കാളും മേളിലാവണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഞാൻ എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നൊക്കെ ട്രെയിനറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു വരുമാനം ലെറ്റ്സ് സേ ഒരു നിശ്ചിത ഒരു വരുമാനം ഉണ്ടെന്നിരിക്കുക, അതിൻ്റെ ഒരു 7 ഇരട്ടിയെങ്കിലും വേണം നമ്മുടെ കവറേജ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒപ്പിക്കാൻ പറ്റാത്ത ഒരു എമൗണ്ടിന് വേണം നമ്മൾ കവേർഡ് ആവാൻ. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ പല വ്ളോഗർമാരെ ഞാൻ കാണാറുണ്ട്. വളരെ
നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സ്, എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അവരെല്ലാം പറയുന്നത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി എടുക്കണം, കൺസ്യൂമേഴ്സ് കവർ ചെയ്യുന്ന പോളിസി എടുക്കണം. ഇതൊക്കെ സത്യസന്ധമായിട്ടും വളരെ വളരെ ശരിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു വ്യക്തി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഏജൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. കാര്യം ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചോളം ആ ഏജൻറ്റ് നിങ്ങളുടെ ക്ലെയിം മേടിച്ചു തരാനും അതുപോലെ തന്നെ വേണമെങ്കിൽ ക്ലെയിം തരാതിരിക്കാനും പവറുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊക്കെ പറയത്തില്ല നമ്മൾ ചങ്ക് പറിച്ച് നിൽക്കുന്ന ഏജൻറ്റുമാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അത് ഇല്ലാതെ നിങ്ങൾ എന്ത് രീതിയിൽ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ലൈക്ക് ബാങ്ക്, NBFC പോലുള്ള സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് ടച്ച് നിങ്ങൾക്കില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി കമ്പനികളോട് സംസാരിക്കുന്ന ഒരു ഏജൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല പോളിസി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീട്ടിലൊരു സർട്ടിഫിക്കറ്റ് വെക്കാം, എനിക്കൊരു പോളിസി ഉണ്ടെന്ന് പറഞ്ഞ്. കാരണം ഇതൊക്കെ ഞാനൊക്കെ ഡെയിലി അനുഭവിക്കുന്നതും പല പ്രശ്നങ്ങളാണ്. ഈ ഡെയിലി ഞങ്ങളിങ്ങനെ ഇതുപോലെ ക്ലെയിമുകൾ വരുമ്പോൾ കാണാറുണ്ട്, ഏജൻറ്റുമാരില്ല, ഞങ്ങളോട് സഹായം ചോദിച്ച് വരുന്നവരുണ്ട്, പക്ഷേ നമുക്ക് അതിനൊക്കെ സഹായിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉപരി നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കൊരു ഏജൻറ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ എന്താണ്? ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാര്യം പലവർക്കും ഇവർ പോളിസി എടുത്തിട്ട് കാണാതെ പോകുന്നൊരു കാര്യം. ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ മിനിമം അഡ്മിഷൻ ഉള്ളതിനെയാണ് ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു പനി വന്നു ഒരു ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ കാഷ്വാലിറ്റി പോയി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിലുള്ള അഡ്മിഷൻ ആണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. പക്ഷേ 24 മണിക്കൂറിന് മേളിൽ അഡ്മിറ്റ് ആവുന്നതിന് മാത്രമേ നമുക്ക് ക്ലെയിമുകൾ കിട്ടുകയുള്ളൂ. എന്നാൽ 24 മണിക്കൂർ അഡ്മിറ്റ് ആവാണ്ടാത്ത കുറേ അസുഖങ്ങളുണ്ട്, അത് വേറെയാണ്. പക്ഷേ ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു അഡ്മിഷൻ വന്നാൽ അത് 24 മണിക്കൂറെങ്കിലും കവർ ചെയ്യണം. ലെസ് ദാൻ 24 അവേഴ്സ് അല്ല, മിനിമം 24 അവേഴ്സ് അത്രയുമുള്ള അഡ്മിഷനെയാണ് ഈ ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സർ, ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ്? പലവർക്കും അറിയാത്ത ഒരു കാര്യമാണ്. കാര്യം എല്ലാവരും ഒരു പോളിസി മേടിച്ച് അല്ലെങ്കിൽ പോളിസി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഈ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി അറിയാത്ത കുറേ പേരുണ്ട്. പലവർക്കും ഇത് അറിയാവുന്നവരുണ്ട്, പോളിസി ഉള്ളവർക്കൊക്കെ ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഞാൻ കണ്ടുവരുന്ന പോളിസി എടുത്തവർക്ക് പോലും ഇതിനെപ്പറ്റി ശരിക്കും അറിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം നമുക്ക് 3 വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഫസ്റ്റ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 30 ദിവസത്തേക്ക് നമുക്ക് ഒന്നിനും കിട്ടത്തില്ല. ഒരു അസുഖത്തിനും തന്നെ നമുക്ക് ആദ്യത്തെ 30 ദിവസത്തേക്ക് കിട്ടത്തില്ല, അപ്പാർട്ട് ഫ്രം ആക്സിഡൻറ്റ് ആണെങ്കിൽ ഡേ 1 തൊട്ട് കവേർഡാണ്. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റോഡ് ആക്സിഡൻറ്റ് മാത്രമാണെന്നില്ല, നമുക്കൊരു പാമ്പ് കൊത്തിയാൽ ആക്സിഡൻ്റ് ആണ്, പട്ടി കടിച്ചാൽ ആക്സിഡൻ്റ് ആണ്, പൊള്ളിയാൽ ആക്സിഡൻ്റ് ആണ്, മരത്തിൽ നിന്ന് വീണാൽ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ എനി ടൈപ്പ് ഓഫ് ആക്സിഡൻസിനെ ഡേ 1 തൊട്ട് കവർ ചെയ്യും. അല്ലാതുള്ള ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ആദ്യത്തെ 30 ദിവസം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഹോസ്പിറ്റലിലെ ബെഡ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ ഓൺലൈൻ പോളിസികൾ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പോളിസി ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഉടനെ പോയി നമ്മൾ ക്ലെയിം കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ കയറി ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് ക്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് IRDA എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കമ്പനികൾക്കും കൊടുത്തേക്കുന്ന നിർദ്ദേശമാണ് 30 ദിവസത്തേക്ക്, ആദ്യത്തെ 30 ദിവസത്തേക്ക് ഒന്നിനും തന്നെ കവർ ചെയ്യത്തില്ല. രണ്ടാമത്തെ ഒരു വെയിറ്റിംഗ് പീരീഡാണ് 2 ഇയർ വെയിറ്റിംഗ് പീരീഡ്, അഥവാ 24 മാസമുള്ള വെയിറ്റിംഗ് പീരീഡ്. ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോയിങ് ഡിസീസിനെയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സ്ലോ ഗ്രോയിങ് ഡിസീസ്, ആ ഒരു ഡിസീസ് കാരണം ഒരിക്കലും മരണം സംഭവിക്കുകയില്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു 10-15 അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ഒരു കമ്പനിയും ഇന്ത്യയിൽ ആദ്യത്തെ 2 വർഷത്തേക്ക് കൊടുക്കില്ല. ഉദാഹരണം കാറ്ററാക്ട്, ഫിസില്ല, പൈൽസ്, സിസ്റ്റ്, ENT റിലേറ്റഡ്, വേരിക്കോസ് വെയിന്, അല്ലെങ്കിൽ ട്യൂമേഴ്സ്, വെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾക്ക് ഒരു 10-14-15 അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം ഒരു കമ്പനിയും ക്ലെയിം കൊടുക്കുകയില്ല. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞിട്ട് എല്ലാ ക്ലെയിമും കിട്ടും. അങ്ങനെയല്ല, ആദ്യത്തെ 30 ദിവസത്തേക്ക് ഒരു ക്ലെയിമും കിട്ടത്തില്ല, അത് ഞാൻ പറഞ്ഞു തീർന്നു. രണ്ടാമത് ഈ പറയുന്ന അസുഖങ്ങൾക്ക് മാത്രം
കാര്യം ഈ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും മരണം സംഭവിക്കുകയില്ല. ഇപ്പോൾ ഒരാൾക്കൊരു വേരിക്കോസ് വെയിൻ ഉണ്ട്, വേരിക്കോസ് വെയിൻ ഉള്ളത് കാരണം ഒരിക്കലും പോയി ഒരു മരണത്തിലോട്ട് കലാശിക്കുന്ന ഒരു അസുഖം അല്ല അത്. രണ്ടാമത്തെ കാര്യം, ഒരു വേരിക്കോസ് വെയിൻ ഉള്ള ഒരാൾക്ക് ഞങ്ങൾ ക്ലെയിം തരാം, പക്ഷേ അത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കണം. അതായത് പല കസ്റ്റമേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് വേരിക്കോസ് വെയിൻ ഞങ്ങൾക്ക് ഉണ്ട്, അല്ലെ കാറ്ററാക്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഓടി വന്നൊരു പോളിസി എടുക്കുന്നു, പിറ്റേ ദിവസം പോയി ഞങ്ങൾ സർജറി ചെയ്യട്ടെ എന്നുള്ള ചോദ്യമാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അത് സമ്മതിക്കത്തില്ല. ഇപ്പോൾ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ പറയുന്ന അസുഖങ്ങളല്ലാതെ വേറെ എന്ത് അസുഖം വന്നാലും നമുക്ക് 31st ഡേ തൊട്ട് കവേർഡ് ആവും. മൂന്നാമത് വരുന്ന വെയിറ്റിംഗ് പീരീഡാണ് 2 to 3 years വെയിറ്റിംഗ് പീരീഡ്. PED എന്ന് പറയും, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് 2 മുതൽ 3 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പല കമ്പനികളും പറയുന്നുണ്ട്. അത് ഈ പറയുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BP എന്ന് വിചാരിക്കുക, BP ഉള്ള ആൾക്ക് പോളിസി എടുക്കുന്നതിന് കുഴപ്പമില്ല, കമ്പനികൾ പോളിസി തരും. പക്ഷേ ആ BP മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ പറയുന്ന 2 അല്ലെങ്കിൽ 3 കൊല്ലം വരെ നമുക്ക് കിട്ടത്തില്ല. BP മുഖാന്തരമല്ലാത്ത ഏത് അസുഖത്തിനും നമുക്ക് ഈ പറഞ്ഞ 31st ഡേ തൊട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കമ്പനികളെല്ലാം പുതിയ പോളിസികളായിട്ട് വരുന്നുണ്ട്. അതായത് 3 വർഷം വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ വെറും 30 ദിവസം അതിനും വെയിറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ABCD എന്ന് പറയാം. A for ആസ്മ, B for BP, C for കൊളസ്ട്രോൾ, D for ഡയബറ്റീസ്. അപ്പോൾ ഈ ABCD അസുഖങ്ങളും പിന്നെ ഒബീസിറ്റി, വണ്ണം കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്ക്, ഇവർക്കെല്ലാം പോളിസി കൊടുക്കുന്ന വെറും 30 ഡേയ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡിൽ പോളിസി കൊടുക്കുന്ന കമ്പനികളും ഇന്ന് നിലവിലുണ്ട്. പിന്നെ ഹൈപ്പോ തൈറോയിഡിസം, ഇപ്പം തൈറോയിഡിസം ഉള്ളവർക്ക് പലർക്കും പോളിസി കൊടുക്കത്തില്ല, പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും പോളിസി കൊടുക്കാനായിട്ട് ഇന്ന് കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കണം. ഒന്ന് ഈ 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ്, രണ്ടാമത് 2 വർഷത്തെ ഉള്ള വെയിറ്റിംഗ് പീരീഡ്, ആൻഡ് തേർഡ് ഈസ് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള 2 to 3 year വെയിറ്റിംഗ് പീരീഡ്. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, 30 ഡേയ്സിലോട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോളിസിയിൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഈ വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നാൽ എന്താണ്? പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു April 1 നമുക്കൊരു സർജറി ഫിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ, ഡോക്ടേഴ്സ് വിസിറ്റുകൾ, സ്കാനിങ് റിപ്പോർട്ട്സ്, എക്സ്റേസ്, മരുന്നുകൾ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഓപ്പറേഷന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ അഡ്മിഷന് മുമ്പുള്ള 30 അല്ലെങ്കിൽ 60 ദിവസം വരെയുള്ള എല്ലാ ചികിത്സകൾക്കും, അതായത് ഈ പറഞ്ഞ റിപ്പോർട്ട്സ്, സ്കാനിങ്, എക്സ്റേസ്, ഇതിനെല്ലാത്തിൻ്റെയും ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം മുമ്പുള്ള ക്ലെയിമുകളും അല്ലെങ്കിൽ ബില്ലുകളും സർജറിയുടെ ബില്ല് ഓട്ടോമാറ്റിക്കലി അത് ക്യാഷ്ലെസ് ആയിരിക്കാം. പക്ഷേ എപ്പോഴും ഈ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബില്ലെല്ലാം റീഇംബേഴ്സ്മെൻറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. കാര്യം ഇത് ആപ്ലിക്കേഷൻ എഴുതി കമ്പനി കൊടുത്ത് കമ്പനി ഇത് അപ്രൂവ് ചെയ്ത് തിരിച്ചു വരാനൊക്കെ സമയമെടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും പോസ്റ്റ് ആൻഡ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എപ്പോഴും റീഇംബേഴ്സ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സർജറി അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള 30 അല്ലെങ്കിൽ 60 ദിവസം വരെയുള്ള ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും, അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഫോളോ അപ്പ് വിസിറ്റ് ഉണ്ടാവും. ആ ഫോളോ അപ്പ് സമയത്തും ചിലപ്പോൾ വീണ്ടും സ്കാനിങ് എടുക്കേണ്ട വരും, എക്സ്റേ ഉണ്ടാവും, മരുന്നുകൾ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ കഴിഞ്ഞുള്ള 180 ദിവസം വരെ കിട്ടുന്ന കമ്പനികളുണ്ട്. അതായത് 6 മാസത്തേക്കുള്ള ചികിത്സാ ചെലവുകളും തരുന്ന കമ്പനികളുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ഞാൻ കണ്ടേക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കും, ഹോസ്പിറ്റലിൽ നിന്ന് ആ കിട്ടുന്ന ക്ലെയിം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുക. ഒരു കാരണവശാലും അവർ ഈ പ്രീം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ. നമുക്ക് കിട്ടേണ്ട കാശാണ്, നമുക്ക് അധികാരപ്പെട്ട കാശാണത്, പക്ഷെ നമ്മളത് ക്ലെയിം ചെയ്യാത്തതുകൊണ്ട് അത് കമ്പനികൾക്ക് ലാഭമായി മാറുകയാണ്. അപ്പോൾ അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു അഡ്മിഷന് മുമ്പുള്ള 60 ദിവസത്തെ ട്രീറ്റ്മെൻറ്റും അഡ്മിഷൻ കഴിഞ്ഞുള്ള 6 മാസം വരെയുള്ള ട്രീറ്റ്മെൻറ്റും, അത് ഞാൻ പറഞ്ഞല്ലോ പല കമ്പനികൾക്കും പല പോളിസികളും പല ടെന്യൂറാണ് കൊടുത്തേക്കുന്നത്. അതായത് ചിലവരൊരു 30 ദിവസം കൊടുക്കും, ചിലവർ 60 ദിവസം കൊടുക്കാം, ചിലവർ 180 ദിവസം വരെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ക്ലെയിം ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സർ, റൂം റെൻറ്റിന് എന്താണ് ഇത്ര പ്രത്യേകത? ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഹയസ്റ്റ് പോയിൻ്റാണ് റൂം റെൻറ്റ് ലിമിറ്റേഷൻ അഥവാ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ ഉള്ള പോളിസികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റൂമിന് ആ കമ്പനി പറഞ്ഞേക്കുന്നത് ഒരു റൂം എടുക്കണമെങ്കിൽ 5000 രൂപയുടെ റൂം വരെ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്നു. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നു, എനിക്ക് 50 ലക്ഷം രൂപയുടെ കവറേജും ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആ 5000 രൂപയുടെ മുറി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല.
അല്ലെങ്കിൽ 5000 മുറി, അല്ലെങ്കിൽ ഈ പറയുന്ന 5000 രൂപയ്ക്കുള്ള മുറി അന്ന് അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന റൂമുകൾ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു മുറി നമുക്ക് 5000 റൂം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് ആ റൂം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു റൂം വേണം, ഒരു ഡീലക്സ് റൂം വേണം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റൂം വേണം, കാര്യം എനിക്ക് ഇത്രയും രൂപയുടെ കവറേജ് ഉണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഹോസ്പിറ്റലുകാർ പറയണം ഓക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ പോയിട്ട് ഒരു 10000 റൂം എടുത്തോളൂ. അപ്പോൾ നമ്മൾ റെഡിയാണ് 10000 റൂം എടുക്കാൻ. അപ്പോൾ 5000 രൂപ കമ്പനിയും കൊടുക്കും, 5000 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആ റൂം എടുക്കുന്നത്, കാരണം എനിക്ക് കവറേജ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കവറേജ് ഉണ്ടെന്നുള്ള ധാരണയിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്നു. ഒരു 10 ദിവസം നമ്മൾ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. 10 ദിവസം കൊണ്ട് എല്ലാ ഒരു ബില്ല് വന്നേക്കുന്ന ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ ബില്ലായെന്ന് വിചാരിക്കുക. ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ബില്ലായെന്ന് വിചാരിക്കുക. റൂം റെൻറ്റ് എത്ര രൂപ കിട്ടണം? റൂം റെൻറ്റ് ഓട്ടോമാറ്റിക്കലി 10000 × 10 1 ലക്ഷം രൂപയുടെ റൂം റെൻറ്റ് കിട്ടണം. അതായത് 50000 രൂപ കമ്പനി തരും, കാര്യം അവർ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ 5000 രൂപ വെച്ച് തരാമെന്നുള്ളത്. നമ്മൾ 5000 രൂപ വെച്ച് കൊടുക്കാനും റെഡിയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആകുന്ന ചിലവെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ട്രീറ്റ്മെൻ്റ് അല്ല, റൂം റെൻറ്റിന് വരുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ ഞങ്ങൾ 50000 എന്നൊക്കെ ബാക്കി 4 ലക്ഷം രൂപ ബില്ല് കമ്പനി സെറ്റിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ കമ്പനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കമ്പനി പറയുന്നത് സോറി സർ, നിങ്ങൾക്ക് ആ കൂടെ എലിജിബിലിറ്റി ഉള്ളത് 2.5 ലക്ഷം രൂപ മാത്രമേ തരത്തുള്ളൂ. കാരണം ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിൻ്റെ 100% കൂടുതലാണ് നിങ്ങൾ അവൈൽ ചെയ്തേക്കുന്നത്, നിങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ ബില്ലുകളും ശ്രദ്ധിച്ചേക്കണം, എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് നേരെ ഇരട്ടിയാവും. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ ചാർജ് 2 ലക്ഷം രൂപയായിരുന്നെങ്കിൽ അത് 4 ലക്ഷമാവും, ഡോക്ടേഴ്സ് ഫീസ് 2000 ആണെങ്കിൽ 4000 ആവും, നഴ്സിംഗ് ഫീസ് 1000 ആണെങ്കിൽ 2000. എന്ത് ബില്ലുണ്ടോ അതെല്ലാം ഇരട്ടിക്കും. അപ്പോൾ ബിക്കോസ് അത് പ്രൊപ്പോർഷനേറ്റ്, റൂം റെൻറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആണ് എല്ലാ ബില്ലുകളും. പിന്നെ ഒരു ബില്ല് മാത്രമാണ് ഇരട്ടിക്കാത്തത്, അത് മെഡിസിൻ ബില്ലാണ്. മെഡിസിൻ ബില്ല് മാത്രം ഇരട്ടിക്കത്തില്ല, മെഡിസിൻ ബില്ല് ആക്ച്വൽ ബിൽസ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ബില്ലായ കസ്റ്റമർ, അഥവാ ഞാനാണെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞ് പോകുന്നു, അതിനകത്ത് 50000 രൂപ ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും തരത്തില്ല, നിങ്ങൾ 2.5 ലക്ഷം രൂപയുടെ ക്ലെയിമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ 2.5 2.5 തരാൻ പറയുമ്പോഴാണ് അടുത്തൊരു ഓപ്ഷൻ വരുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു സംഭവം അവർ പറയുന്നത് നിങ്ങളുടെ പോളിസികൾ കൺസ്യൂമബിൾസ് കവേർഡ് അല്ല. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പക്ഷേ എന്നിരുന്നാലും കൺസ്യൂമേഴ്സ് കത്തിച്ച് കളയുന്ന ഐറ്റംസ് കവേർഡ് അല്ല. അതിനൊരു 20% കട്ട് ചെയ്യും. 20% എവിടെ നിന്ന് കട്ട് ചെയ്യും? 2.5 ലക്ഷം രൂപയിൽ നിന്നല്ല, മൊത്തത്തിൽ നമുക്ക് വന്ന 5 ലക്ഷം രൂപയിൽ നിന്ന് 20% കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും 1 ലക്ഷം രൂപ കുറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറയും നിങ്ങളുടെ പോളിസിയിൽ കൺസ്യൂമബിൾസ് ഇല്ല. കൺസ്യൂമബിൾസ് എന്ന് പറയുമ്പോൾ അതും അതിനകത്ത് കട്ട് ചെയ്യുന്നു. അതും കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 20% വീണ്ടും കട്ട് ചെയ്യുന്നു. അതും 5 ലക്ഷം രൂപയ്ക്കകത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? ഈ 2.5 എന്നുള്ള 1.5 വീണ്ടും 1 ലക്ഷം രൂപ കുറഞ്ഞു. ആക്ച്വലി പറഞ്ഞാൽ റൂം റെൻറ്റ് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ട് നമുക്ക് ആ ബില്ലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 50000 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനുശേഷം ഈ ഏജൻറ്റിനെയോ കമ്പനികളെയോ ഈ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് റൂം റെൻറ്റ് റിസ്ട്രിക്ഷൻ ഇല്ലാത്ത പോളിസി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ICUവിന് പ്രത്യേക ചാർജുകൾ ഈടാക്കാറുണ്ടോ? നിർബന്ധമായി ICUവിന് പ്രത്യേക ചാർജുകൾ തന്നെയാണ്. ഈ ചില പോളിസികളിൽ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ICU ചാർജസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും. നമ്മുടെ സമ്മർഷോണ്ട് ഇത്ര പെർസെൻറ്റ്, ഒരു 1% 2% ആയിരിക്കും ICU ചാർജ്. ഒരു കാരണവശാലും ICU ചാർജുകളുള്ള പോളിസികൾ നിങ്ങൾ എടുക്കരുത്. കാര്യം ഈയിടെ എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ICU ചാർജുകൾ ഞാൻ കേൾക്കാനിടയായി. അതായത് നോർമൽ ICUവിന് അവർ ചാർജ് ചെയ്യുന്ന പെർ ഡേ ആണ് ഞാൻ പറയുന്നത്. ഓരോ ദിവസം 18000 രൂപ, ക്രിട്ടിക്കൽ ICUവിന് 20000 രൂപയും കാർഡിയക് ICUവിന് 24000 രൂപയാണ് പെർ ഡേ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ICUവിന് ലിമിറ്റേഷൻസ് ഉള്ള പോളിസി അല്ല, ഒരു 2% ചാർജ് ഉള്ള 2% ആണ് അവർ തരത്തുള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരാൾക്ക് 2% എന്ന് പറഞ്ഞാൽ 20000 രൂപ കിട്ടുള്ളൂ. അപ്പോൾ 20000 രൂപ, ഇപ്പോൾ 24000 അല്ലെങ്കിൽ 25000 ICU കിടക്കുന്ന ആൾക്ക് 20000 രൂപ കവർ ചെയ്തുള്ളൂ, ബാക്കി 5000 രൂപ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഇതിനൊന്നും ഞാനീ പറയുന്നത് ഒരു പോളിസി എടുക്കുമ്പോൾ ഒന്നിനും സബ്ലിമിറ്റോ ക്യാപ്പിങ്ങോ ഇതുപോലുള്ള പോളിസികളൊന്നും തന്നെ പോയി ദയവ് ചെയ്ത് തല വെക്കരുത്. കാരണം വെച്ചാൽ ഇതെല്ലാം കസ്റ്റമേഴ്സ് ചെയ്തതിൻ്റെ കാരണം പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സിന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ നമ്മുടെ ബെനിഫിറ്റ്സ് ആദ്യം ചോദിച്ച് തന്നെ വേണം ഒരു പോളിസി എടുക്കാൻ. അപ്പോൾ ICU ചാർജ് നോർമലി വരുന്ന റൂം റെൻറ്റിനെ പ്രപ്പോർഷനേറ്റ് ആയിട്ട്, ഇപ്പോൾ റൂം റെൻറ്റ് ലെറ്റ്സ് 10,000 റുപ്പീസ് ആണെങ്കിൽ നോർമലി അത് 20,000 ആയിരിക്കും ICU ചാർജ് നോർമലി കണ്ടുവരുന്നത്. ഇപ്പോൾ അത് റൂം റെൻറ്റ് ഇപ്പോൾ 15000 ആണെങ്കിൽ 30,000 രൂപ ആയിരിക്കും ICU ചാർജ് വരുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ICU ചാർജ് 0 ആയിരിക്കണം. ICU ചാർജ് അതായത് കംപ്ലീറ്റ്ലി കിട്ടുന്ന പോളിസികൾ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സർ, കോ പേയ്മെൻറ്റ് എന്നാൽ എന്താണെന്നൊന്ന് പറയാമോ? കോ പേയ്മെൻറ്റ് ആക്ച്വലി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പലർക്കും ഈ പോളിസിയിൽ കോ പേയ്മെൻറ്റ് കാണുമ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. അത്
ഇൻഷുറൻസ് ടേംസ് ആണ്. ആ ഇൻഷുറൻസ് ടേംസിൽ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഡിഡക്റ്റബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയിൽ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങളുടെ ക്ലെയിമിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ പറയും ചെയ്തോളൂ എന്ന് പറയും. നമ്മളത് ആക്ച്വലി നമ്മൾ നാക്കും കൊണ്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. അവരിപ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ക്ലെയിമിൽ നിന്ന് എത്ര രൂപ ക്ലെയിം വന്നാലും ആ ക്ലെയിമിൽ നിന്ന് ഇത്ര ശതമാനം കട്ട് ചെയ്തിട്ട് ബാക്കി തന്നാൽ മതി. മിക്ക കസ്റ്റമേഴ്സും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പറയുന്ന പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കോപേയ്മെൻ്റ് ഉള്ള പോളിസി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 20% അല്ല 10% മുതൽ 50% വരെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ പോളിസികളുണ്ട്. അപ്പോൾ കോപേയ്മെൻ്റ് ഇല്ലാത്ത പോളിസി എടുക്കണമെന്ന് പറയുന്നതിന് ഒപ്പം തന്നെ എന്താണ് കോപേയ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കട്ട് ചെയ്യും. ഒന്നാമത് നമുക്കൊരു ആവറേജ് 20% എടുക്കാം. അതായത് ഒരു ക്ലെയിം വന്നാൽ എൻ്റെ ബില്ലിൽ നിന്ന് 20% കട്ട് ചെയ്തോളാൻ നമ്മൾ തന്നെ കമ്പനിക്ക് അനുവാദം കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ബില്ല് വന്നാൽ 10 ലക്ഷം രൂപയുടെ ബില്ല് വന്നാൽ അതിൽ നിന്ന് 2 ലക്ഷം രൂപ 20% കട്ട് ചെയ്തിട്ടാണ് ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ട് എന്താ കാര്യം? നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും അതായത് ഞാൻ റിസ്ക് ഫ്രീ ആയിട്ട് കയറി കിടക്കണം, ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോകരുത് എന്ന് ആഗ്രഹിച്ച് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രീമിയം കുറയ്ക്കാനല്ല നോക്കേണ്ടത്, എപ്പോഴും ബെനിഫിറ്റ്സ് എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് വേണം നമ്മുടെ പ്രീമിയത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ പറയുന്ന കോപേയ്മെൻ്റ് ഇല്ലാത്ത പോളിസി തന്നെ വേണം നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കാൻ. ഇനി നിങ്ങളിപ്പോൾ നിലവിലുള്ള പോളിസിയിൽ ഈ കോപേയ്മെൻ്റ് പോളിസി ആണെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട് അത് മാറ്റാനായിട്ടുള്ളത്. അത് മാറ്റാൻ തയ്യാറാവണം. കോപേയ്മെൻ്റ് ഇല്ലാത്ത പോളിസി എടുക്കണം. കാര്യം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോപേയ്മെൻ്റ് ഇല്ലാത്ത പോളിസികൾ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. കൺസ്യൂമബിൾ കവർ എന്നാൽ എന്താണെന്ന് പറയാമോ? കൺസ്യൂമബിൾ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ച് കളയുന്ന, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കത്തിച്ച് കളയുന്ന ഐറ്റംസ്, ഡിസ്പോസിബിൾസ്. അതായത് നമുക്കിപ്പോൾ പറയാം ഗ്ലൗസ്, സിറിഞ്ച്, പാഡ്, PPT കിറ്റ്, ഇങ്ങനെ കോവിഡ് ഉണ്ടായ സമയത്ത് ആ കിറ്റ്, ഇതെല്ലാം നമുക്ക് കത്തിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും കൺസ്യൂമേഴ്സ് വേണ്ട. അതായത് കൺസ്യൂമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രീമിയം കൂടെ അഡീഷണൽ കൊടുക്കണം. കൺസ്യൂമേഴ്സ് കൂടെ കവർ ചെയ്യുന്ന പോളിസി ഉണ്ട്. പക്ഷേ കസ്റ്റമേഴ്സ് പറയുന്നത് എനിക്കത് വേണ്ട. പക്ഷേ ജീവിതത്തിൽ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് കൺസ്യൂമേഴ്സ് ഇല്ലാത്ത പോളിസി എടുക്കുക എന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റലുകാർ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് കൺസ്യൂമേഴ്സിലാണ്. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ താങ്കൾ എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് ICUവിൻ്റെ വെളിയിൽ നിൽക്കാമെന്ന് വിചാരിക്കാം. എത്ര കിലോ പഞ്ഞി അവിടെ എടുത്തെന്നോ, എത്ര സിറിഞ്ച് ഉപയോഗിച്ചെന്നോ, എത്ര ട്രിപ്പ് ഇട്ടെന്നോ ബൈസ്റ്റാൻഡറായ ഒരാൾക്ക് അറിയാൻ യാതൊരു വഴിയില്ല. ഹോസ്പിറ്റൽ പറയുന്നതാണ് നമ്മുടെ ബില്ല്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സ് കവർ ചെയ്തില്ലെങ്കിൽ പ്രശ്നം. ഓൺ ആൻ ആവറേജ് ഇപ്പോൾ എൻ്റെ സ്റ്റഡി വെച്ച് നോക്കുവാണെങ്കിൽ 12 to 20% ആണ് കൺസ്യൂമേഴ്സിന് ഒരു ബില്ലിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. ഒരു ആവറേജ് 20 തന്നെ എടുത്തോളൂ. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബില്ലാകുമ്പോൾ 2 ലക്ഷം രൂപയാണ് നഷ്ടമാകുന്നത്. കൺസ്യൂമേഴ്സിന് അടയ്ക്കേണ്ട പ്രീമിയം വളരെ നിസ്സാരമായ പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. പക്ഷേ ഈ ഒരു ചെറിയ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൺസ്യൂമേഴ്സ് എടുക്കുന്നില്ല. കൺസ്യൂമേഴ്സ് എടുക്കാത്തതിന് കാരണം തന്നെ ഹോസ്പിറ്റലുകാർ നന്നായിട്ട് ബില്ല് കയറ്റി വെക്കും. ഡെഫിനറ്റായിട്ടും വെക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് കൺസ്യൂമേഴ്സ് കവർ ചെയ്യുന്ന പോളിസി നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ നിസ്സാര പ്രീമിയം ഉള്ള കൺസ്യൂമേഴ്സിന് ആഡ് ചെയ്യാൻ ചില പോളിസികൾ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ റൈഡറായിട്ടൊന്നും എടുക്കേണ്ട, ആ പോളിസിയിൽ തന്നെ കൺസ്യൂമേഴ്സ് കവേർഡാണ്. അങ്ങനെയുള്ള പോളിസി നല്ലതാണ്. ഇനി കോപേയ്മെൻറ്റും ഈ പറയുന്ന കൺസ്യൂമേഴ്സ് ഉള്ള പോളിസി ആണെങ്കിൽ അത് റൈഡറായിട്ട് നിങ്ങൾ എടുത്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട്. ബോണസ് ആൻഡ് നോ ക്ലെയിം ബോണസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ചർച്ച ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് ഈ ബോണസ്, നോ ക്ലെയിം ബോണസ്. ഈ നോ ക്ലെയിം ബോണസ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഒരു ക്ലെയിം ഇല്ല എങ്കിൽ കിട്ടുന്നതിനെയാണ് നോ ക്ലെയിം ബോണസ്. നോ ക്ലെയിം, അപ്പോൾ ക്ലെയിം ഇല്ല, അതിന് കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. പക്ഷേ ബോണസ് എന്ന് പറയുന്നത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടുന്ന ഇതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ പോളിസികളുണ്ട്. അതായത് ബോണസ് കൊടുക്കുന്നത് നോ ക്ലെയിം ബോണസ് അല്ല. ഇപ്പം നോ ക്ലെയിം ബോണസ് എന്ന കോൺസെപ്റ്റേ മാറി വരുന്നു. ബോണസ് ഉള്ള പോളിസികൾ കൊടുക്കുന്ന കമ്പനിയുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 25 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് എടുത്തേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ വർഷം ഒരു ക്ലെയിം വന്നു എന്നും വിചാരിക്കുക. ക്ലെയിം വരുമോ വരാതിരിക്കുമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്ലെയിം വന്നു വരാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അടുത്ത വർഷം 100% ബോണസ് അവർ കൂട്ടിത്തരിക. അപ്പോൾ 25 ലക്ഷം രൂപയുടെ കവറേജ് എടുത്ത എനിക്ക് അടുത്ത വർഷം ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അടുത്ത വർഷം എൻ്റെ കവറേജ് 50 ലക്ഷമായി. അതായത് 25 ലക്ഷം രൂപ എൻ്റെ ബേസിക് സമ്മർഷമായിട്ടും 25 ലക്ഷം രൂപ ബോണസായിട്ടും കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ അടുത്ത വർഷം വീണ്ടും 20. ഇപ്പോൾ 100% ഇൻറ്റു അൺലിമിറ്റഡ് ഇയേഴ്സ് എന്ന് വേണം പറയാം.
അതായത് എല്ലാ വർഷവും എനിക്ക് 25 ലക്ഷം രൂപ വെച്ച് കൂട്ടി തരികയാണ്. ഞാൻ 25 ലക്ഷം രൂപയാണ് എടുത്തെങ്കിൽ, ഇപ്പോൾ 10 ആണെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾസിൽ എല്ലാ വർഷവും എനിക്ക് 10 ലക്ഷം വെച്ച് കൂട്ടി തരും. അതിൻ്റെ ഒരു ഗുണം ബോണസുള്ള പോളിസികൾ എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞതെന്ന് വെച്ചാൽ, നാളെ നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കേസിന് എടുക്കാം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 70 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള പോളിസി 10 ലക്ഷം രൂപയാണ്. കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടിക്ക് നമുക്ക് കുറച്ചുകൂടെ കവറേജ് കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ആ 10 ലക്ഷം 25 ലക്ഷത്തിലോട്ട് ഞാൻ കൂട്ടാൻ പോകുമ്പോൾ വളരെ വളരെ ഹൈ അല്ലെങ്കിൽ ഹ്യൂജ് പ്രീമിയമാണ് ഞാൻ അടയ്ക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ബോണസുള്ള പോളിസി എടുത്താലുള്ള ഗുണം എല്ലാ വർഷവും ഈ പറയുന്ന ബേസിക് കവറേജ് ആഡ് ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ ആഡ് ഓൺ ആകുമ്പോൾ എന്താ ഗുണം? ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ആൾ 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയുടെ കവറേജായി, ബോണസ് മാത്രം. പിന്നെ സമ്മർഷോടെ വേറെ ഉണ്ട്. അപ്പോൾ ബോണസുള്ള പോളിസികൾ സെലക്ട് ചെയ്ത് അൺലിമിറ്റഡ് ബോണസുള്ള പോളിസികൾ എടുക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം സെയിം പ്രീമിയം നമ്മൾ അടച്ചാൽ മതി, പക്ഷേ നമ്മുടെ കവറേജ് കൂട്ടി കിട്ടും. അങ്ങനെയുള്ള പോളിസികൾ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെയുള്ള പോളിസികൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് തന്നെ അങ്ങനെയുള്ള പോളിസികൾ എടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു പ്രീമിയം അടച്ച് അത് റിന്യൂവലിൻ്റെ ടൈമിൽ ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് രസകരമായ ചോദ്യമാണ്. പലരും എന്നോടും ചോദിക്കുന്ന ചോദ്യമാണ്. സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്, ഞാൻ ഈ വർഷം പ്രീമിയം അടച്ചു, എനിക്ക് ഒന്നിനും ഉപകാരപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ പറയേണ്ടത്? നമുക്കൊരു അസുഖം വന്നില്ലെന്നാണ് പറയേണ്ടത്. നമുക്ക് ഉപകാരപ്പെട്ടില്ലെന്നല്ല, ഉപകാരപ്പെടാതിരിക്കട്ടെ. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്ന നമ്മൾ റിസ്ക് കവർ ചെയ്യാനൊക്കെയാണ്. പക്ഷേ ഈ ഒരു ചോദ്യം എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രീമിയം തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വണ്ടിക്ക് അടയ്ക്കുന്ന പ്രീമിയം നമ്മൾ ഈ വർഷം അടച്ചു, അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ വണ്ടിക്ക് അടച്ച പ്രീമിയം ആരെങ്കിലും തിരിച്ചു തരുമോ? ഇല്ല. പക്ഷേ ഇന്ന് കമ്പനികൾ വരുന്നുണ്ട്. കമ്പനികൾ പറയുന്നത്, നിങ്ങൾക്ക് ഒരു 5 വർഷം എങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ഇല്ല എങ്കിൽ, 5 വർഷം ക്ലെയിം ഇല്ല എങ്കിൽ നിങ്ങൾ അടച്ച ഫസ്റ്റ് ഇയർ അടച്ച പ്രീമിയം തിരിച്ചു തരാമെന്ന് പറയുന്ന കമ്പനികളുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കെന്ന് വെച്ചാൽ, നിങ്ങൾ 5 വർഷം ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി, അധികം ക്ലെയിം വരാതിരിക്കാൻ വേണ്ടി. അത് കമ്പനിയുടെ ബിസിനസ് വേറെ ലെവലിൽ ചിന്തിക്കണം. പക്ഷേ നമ്മളോട് പറയുന്നതാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ, നിങ്ങൾ ക്ലെയിം ഒന്നും ഇല്ല എങ്കിൽ, 5 വർഷം നിങ്ങൾ ക്ലെയിം ഇല്ല എങ്കിൽ നിങ്ങൾ ആദ്യം അടച്ച പ്രീമിയം ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു തരാം എന്ന് പറയുന്ന കമ്പനികൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നോർമലി കമ്പനികളൊന്നും തന്നെ അടച്ച പ്രീമിയം തിരിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയുള്ള ഇങ്ങനെയുള്ള പ്രീമിയംസ് തിരിച്ചു കൊടുക്കുന്ന കമ്പനികളും ഇന്ന് നിലവിൽ ഉണ്ട്. എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾക്കുള്ള കവറേജ് ഇരട്ടിയായി ലഭിക്കാൻ സാധ്യതയുണ്ടോ? നിലവിലുള്ള കവറേജ് ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ കവറേജ് അത് നേരെ 20 ലക്ഷം രൂപയാകുമെന്നാണോ ചോദ്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണസ് കൂടാതെ, ബോണസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് റൈഡറാണ്, അത് വിട്ടേര്. അത് എല്ലാ വർഷവും കിട്ടുന്ന ഒരു സംഭവമാണ് ബോണസ് എന്ന് പറയുന്നത്. പക്ഷേ ചില കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട്. അതായത് 7 വർഷം ക്ലെയിം ഒന്നും ഇല്ല എങ്കിൽ, 7 വർഷം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സം അഷ്വേർഡ് നേരെ ഡബിളാക്കി തരും. അപ്പോൾ നോർമലി നമ്മുടെ സം അഷ്വേർഡ് നേരെ കൂട്ടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. കമ്പനി കൂട്ടുന്നില്ല, നമ്മൾ 10 എന്നുള്ള 15 ആക്കുവാണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വരുന്നതാണ്. 10 ആയിരുന്നു നമ്മുടെ കവറേജ്, നമ്മളൊരു 5 ലക്ഷം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ആ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചില കമ്പനികൾ കൊണ്ടുവരുന്ന സ്കീം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 7 വർഷം ക്ലെയിം ഇല്ല എങ്കിൽ നേരെ നിങ്ങളുടെ കവറേജ് 10 എന്നുള്ളത് നേരെ 20 ആക്കി തരും, വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ. അപ്പോൾ പലവരുടെയും പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ക്ലെയിം ഇല്ലെങ്കിൽ ബോണസിന് പുറമേ കൊടുക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആണ്, നിങ്ങളുടെ സമ്മർഷോട് ഞങ്ങൾ നേരെ ഡബിളാക്കി തന്നേക്കാം. ഇപ്പോൾ 25 ലാക്സ് എടുക്കുന്ന ആൾക്ക് നേരെ 50 ലാക്സ് ആവുകയാണ് കവറേജ്, പിന്നെ ബോണസ് വേറെയും. അപ്പോൾ അങ്ങനെയുള്ള പോളിസികളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. റീചാർജ് എന്നാൽ എന്താണ്? ഒരു പോളിസി എടുക്കുക. ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രൈവറ്റ് കമ്പനികളുടെ പോളിസി എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് റീചാർജ്, അല്ലെങ്കിൽ റീഇൻസ്റ്റേഷൻ, റീസ്റ്റോർ, ഇങ്ങനെ പറഞ്ഞ പല വേർഡിങ്സാണ്. പല കമ്പനികളും പല വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഒരേ കാറ്റഗറി തന്നെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടെങ്കിൽ, നമുക്ക് 5 ലക്ഷം രൂപ എപ്പോൾ, ഒരു വർഷത്തിൽ ഈ 5 ലക്ഷം രൂപ എപ്പോൾ തീരുന്നോ, അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു വിചാരിക്കുക, 5 ലക്ഷം നമുക്ക് ഉപയോഗിക്കേണ്ട വന്നാൽ, ഈ 5 ലക്ഷം രൂപയുടെ നേരെ ഇരട്ടി, അതായത് വീണ്ടും ഒരു 5 ലക്ഷം രൂപയും കൂടെ അവർ റീചാർജ് ആയിട്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, ആ പോളിസി നമ്മൾ അഡ്മിറ്റായി നമ്മുടെ മുഴുവൻ പൈസയും തീർന്നു. ആ തീർന്ന സമയത്ത് വീണ്ടും ഒരു 5 ലക്ഷം രൂപയുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നു. അതിന് അഡീഷണൽ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല. ഇതാണ് റീചാർജ് എന്ന് പറഞ്ഞാൽ. ചില കമ്പനികളുണ്ട്, ഇപ്പം പറയും, സാധാരണ ഏജൻറ്റുമാരെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങൾ 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ കമ്പനി സൈഡിൽ നിന്ന് തരും. സത്യമാണ്, അവർ പറയുന്ന കാര്യമാണ്. പക്ഷേ അതിനകത്ത് പല കണ്ടീഷൻ, ഇപ്പോൾ ചില കണ്ടീഷനാണ്. അതായത് കംപ്ലീറ്റ് എക്സോഷൻ ഓഫ് സം അഷ്വേർഡ് എന്ന് പറയും. അതായത് 5 ലക്ഷം രൂപ മൊത്തമായി തീർന്നാൽ മാത്രമേ തരത്തുള്ളൂ.
ചില കമ്പനികൾ അങ്ങനെയാണ് പറയുന്നത്. ചില കമ്പനി പറഞ്ഞത് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ ബില്ലായി, കമ്പനി 4 ലക്ഷം രൂപ ആയിരുന്നു, പോയിട്ട് 1 ലക്ഷം രൂപയേ ഉള്ളൂ. അടുത്ത നമുക്കൊരു 3 ലക്ഷം രൂപ ബില്ല് ചെയ്താൽ വീണ്ടും അവർ ആ 3 ലക്ഷം രൂപ റീചാർജ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് തരും. പക്ഷേ ചില കമ്പനി പറയുന്നത് എന്താ, 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, നിങ്ങൾക്ക് വീണ്ടും ഒരു 5 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോഴും അവിടെ ഉള്ള ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് എക്സോഷൻ ഓഫ് സം അഷ്യൂർഡ്. 5 ലക്ഷം രൂപ പോളിസി ഉണ്ടായിരുന്നു, 4 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു, പോയിട്ട് 1 ലക്ഷം രൂപ കടപ്പുണ്ട്. പക്ഷെ നമുക്ക് വന്ന ബില്ല് 3 ലക്ഷം ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയെ തരത്തുള്ളൂ. എല്ലാ സം അഷ്യൂർഡും തീർന്നതിന് ശേഷം മാത്രമേ റീചാർജ് തുടങ്ങത്തുള്ളൂ എന്നാണ് അവരുടെ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എന്തോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായി ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ റീചാർജ് ഉള്ള പോളിസികളിൽ പോയി ഒപ്പിടാൻ പാടുള്ളൂ. റീചാർജ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ പുറമെ ഇപ്പോൾ നിലവിൽ വന്നേക്കുന്ന റീചാർജ് അൺലിമിറ്റഡ് റീചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്. ആ 10 ലക്ഷം രൂപ കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ കമ്പനി തരും. ആ 10 തീർന്നാൽ വീണ്ടും 10 തരും. ആ 10 തീർന്നാൽ വീണ്ടും 10 തരും. അങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് 10ൻ്റെ 10ൻ്റെ മൾട്ടിപ്പിൾസിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു, 10 ലക്ഷം രൂപ കിട്ടി. അടുത്തത് എൻ്റെ വീട്ടിൽ വേറൊരാൾക്കായിരിക്കും, അവർക്കും ആ 10 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ 10ൻ്റെ മൾട്ടിപ്പിൾസ്. പക്ഷേ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു സിംഗിൾ ബില്ല് 11 ലക്ഷം രൂപ വന്നെന്ന് വിചാരിക്കും. 11 ലക്ഷം രൂപ വന്നാൽ 10 ലക്ഷം രൂപ തരത്തുള്ളൂ, 1 ലക്ഷം രൂപ തരത്തില്ല. അതെന്തുകൊണ്ടാണ് കമ്പനി അങ്ങനെ വെച്ചേക്കുന്നത് ചോദിച്ചാൽ, കമ്പനി പറയുന്നുണ്ട് നിങ്ങൾക്ക് 1 കോടിയോ 5 കോടി രൂപ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളെടുത്തില്ല, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മതിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ 10ൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കവറേജ് എത്ര വേണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എത്ര രൂപയുടെ കവറേജ് എടുത്താലും അത് അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് ഈ പറയുന്ന പോലെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കമ്പനികൾ കൊണ്ടുവരുന്നത്. അൺലിമിറ്റഡ് റീചാർജ് ഉള്ള അല്ലെങ്കിൽ റീസ്റ്റോറേഷനുള്ള പോളിസികൾ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെയുള്ള പോളിസികൾ തന്നെ എടുക്കാവുള്ളൂ.